പാത്രം കഴുകുകയാണ് കേട്ടോ. പിന്നെ ദുബായിലെ വർക്കിംഗ് ലേഡീസ് പൊതുവേ പാത്രങ്ങളൊന്നും കഴുകാറില്ല, കുക്ക് ചെയ്യാറൊന്നും ഇല്ല. എന്നാലും അറിയാതെ ഒന്ന് ചെയ്തു പോയതാണ്. ഓക്കെ, ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ചോദിച്ചു. ഒരു 30-35 വയസ്സ് കഴിയുമ്പോൾ നമ്മളുടെയൊക്കെ ലൈഫ് ഏതാണ്ട് മാരേജ് ഒക്കെ കഴിഞ്ഞ് കാണും, കുട്ടികളൊക്കെ ആയി കാണും, കരിയറൊക്കെ ഏതാണ്ടൊക്കെ സെറ്റ് ആയി കാണും. നമ്മൾ ആ ഒരു മിഡിൽ സ്റ്റേജ് എത്തി, ലൈഫിന്റെ ഒരു പകുതിയോളം എത്തുമ്പോൾ നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. ഒന്ന്, നമ്മളെ മനസ്സിലാക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. കൂടിപ്പോയാൽ നമ്മളുടെ അച്ഛനും അമ്മയും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ട്ണർ, കേസ് ടു കേസ് ബേസിസ്. പിന്നെ നിങ്ങളുടെ കുട്ടികളുണ്ടെങ്കിൽ ബ്ലഡ് റിലേഷൻസ്. ഇവര് ഇത്രയും പേരല്ലാണ്ട് ലൈഫിൽ നിങ്ങളുടെ ഒപ്പം കൂടെ നിൽക്കുമെന്ന് പണ്ട് സ്കൂളിൽ സ്ലാം ബുക്കുകളിൽ എവിടെ വേറെവർ യു ഗോ ഐ വിൽ ബി ദെയർ എന്ന് പറഞ്ഞ നമ്മളെ ഉറ്റ സുഹൃത്തുക്കൾ പോലും കൂടെ കാണൂല. പിന്നെ എവിടെയെങ്കിലും പണിയാനാണെങ്കിൽ, അത് പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ കുരുപ്പുകളും ഉടായ്പ ടീമുകളും വരും. അത് 8ന്റെ പണി, കൂടെ നിന്ന് ചിരിച്ച് നല്ല 8ന്റെ പണി തരും. പിന്നെ നാളെ നീ നല്ല ഗതി പിടിച്ചോ, ഗതി പിടിക്കുന്നെങ്കിൽ ഈ അവഗണിച്ചവരും ഇല്ലാത്തവരും എല്ലാം സുഖമന്വേഷണം, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു, ഹൗ ഡു യു ഡു എല്ലാം വരും. പോയവരൊക്കെ തിരികെ വരും. നമ്മളൊരു ആവശ്യമായിട്ട് ഒരാളെടുത്ത് പോയി നോക്ക്, എക്സ്ക്യൂസസിന്റെ ഒരു വൻ നിര തന്നെ കാണും. രണ്ടാമത് പഠിച്ചൊരു കാര്യം, എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ആരോടും പറയാതിരിക്കുക. നല്ല കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ നടക്കൂല. 3, പഠിച്ചത്, ആരത്തും ഒരു കാര്യങ്ങളിലും വാലിഡേഷന് പോകേണ്ട ആവശ്യമില്ല. ഏത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് നമ്മളുടെ രീതിയിൽ ചെയ്യാനുള്ളതേ ഉള്ളൂ. അതിന് ആരുടെ അപ്രൂവലും വേണ്ട, ഒന്നും വേണ്ട. ഇതിനിടയ്ക്ക് കുറച്ച് ടീംസ് ഉണ്ട്, അതായത് കൂടെ അന്വേഷിക്കും. ഇനി ഇവളെങ്ങാനും ഇടയ്ക്ക് വല്ലതും ഗതി പിടിച്ചു പോയോ എന്നറിയാൻ വേണ്ടി മാത്രം അന്വേഷിക്കുന്ന കുറച്ചു പേരും. അവരൊന്നും നമ്മൾ ഒരിക്കലും ലൈഫിൽ അവഗണിക്കാനേ പാടില്ല. ഒരു 10-30 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് വേറെ തോന്നുന്ന ഒരു കാര്യം, നമ്മൾ പഠിച്ച് മതിയാക്കിയ കുറെ കാര്യങ്ങൾ, നമ്മൾ പഠിത്തം, അത് ഡാൻസോ പാട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കലാരൂപങ്ങൾ പണ്ട് പഠിച്ചത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ആഗ്രഹം തോന്നുന്നത് ഈ ഒരു സമയത്തായിരിക്കും. കാര്യം നമ്മുടെ ലൈഫ് ഏതാണ്ടൊക്കെ ഒന്ന് സെറ്റായി, ഇനി നമുക്ക് നമ്മളുടെ കാര്യങ്ങളിലൊക്കെ ഒന്നുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പുതിയ സ്കിൽസ് പഠിക്കാൻ പോകുന്നതൊക്കെ ഈ ഒരു സമയത്തായിരിക്കും മിക്കവാറും ഉള്ളവർ. പക്ഷെ എന്നെ പോലുള്ളവര് ഡാൻസിനൊക്കെ പോകുമ്പോഴത്തേനും ഒന്നും പറയണില്ല, പിറ്റേ ദിവസം കാലെടുക്കാൻ വയ്യ, കൈയെടുക്കാൻ വയ്യാതെ കയറി കിടക്കുകയായിരിക്കും. എന്നാലും നമ്മൾ ആ ഒരു റൂട്ടീനിൽ അങ്ങ് പോകും. പിന്നെ നമുക്ക് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ആ ആഗ്രഹങ്ങൾ ഇപ്പൊ നമുക്ക് കുറെ സ്ഥലങ്ങളിലൊക്കെ പോകണം, അല്ലെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ നേടണം. അതൊക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം എന്റെ ഇവിടെയുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും കൊളീഗ്സ് ആണെങ്കിലും പലരും പറഞ്ഞിട്ടുണ്ട്, പണ്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇപ്പോഴാണ് ആലോചിക്കുന്നത്, റിഗ്രറ്റ് ചെയ്ത് ഇപ്പോഴും ഓരോന്നും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഈ ഒരു ഏജിൽ എത്തുമ്പം പലരുടെയും ഒരു മെന്റാലിറ്റി ഒന്ന് തന്നെയാണ്, അതായത് ഐ ഡോണ്ട് കെയർ, അല്ലെ? ആരെന്ത് പറഞ്ഞാലും ആരെന്തൊക്കെ ചെയ്താലും ഐ ഹാവ് എൻ ഐഡന്റിറ്റി ആൻഡ് ഐ വിൽ ഫോളോ ദാറ്റ്, അല്ലെ? അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ഐ തിങ്ക് 30-35 ആ ഒരു ഏജ് എത്തുമ്പോൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. സോ ഓൾവേസ് ഡു ഫോളോ യുവർ പാഷൻ ആൻഡ് go for it. Okay? Bye bye.